അപ്പോൾ മഹാശിവരാത്രി ദിനമായ ഇന്ന് മഹാകുംഭമേളയുടെ കൂടെ സമാപന ദിവസം കൂടിയാണ്. പ്രയാഗ്രാജിലെ കാഴ്ചകളാണ് കൃഷ്ണേന്ദു നമുക്കായി പങ്കുവെച്ചത്. ഇനി രാജ്യത്ത് എമ്പാടും മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെ പുരോഗമിക്കുമ്പോൾ സംസ്ഥാനത്തും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ ഉണ്ട്. പിതൃകർമ്മങ്ങൾക്കായി ജനലക്ഷങ്ങൾ എത്തുന്ന മഹാശിവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുകയാണ് ആലുവ മണപ്പുറവും. രാവിലെ ലക്ഷാർച്ചനയോടെ ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ 116 ബലിത്തറകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഡാനി പോളാണ് ആലുവയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ഡാനി, കേരളത്തെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആലുവ മണപ്പുറം എന്നുള്ളത് നമുക്കറിയാം. അവിടെ പതിവ് പോലെ വലിയ ജനത്തിരക്കായിരിക്കും അല്ലേ ഈ മഹാശിവരാത്രി ദിവസവും? ആര്യ, ഒരു സംശയവുമില്ല. കാരണം സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ അറിയപ്പെടുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ശിവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോഴേക്കും ആലുവ മണപ്പുറവും ഇവിടെയുള്ള പിതൃതർപ്പണവും എല്ലാം തന്നെ അങ്ങനെ തന്നെയാണ് കരുതപ്പെടുന്നത്. വളരെ സവിശേഷമായി വിശേഷമായും ചേർക്കപ്പെടുന്ന ഒന്ന് തന്നെയാണ് ഈ ദിവസവും, പ്രത്യേകിച്ച് ഈ രാത്രിയും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് ആലുവയിലേക്ക് നിരവധി പേർ ഇന്ന് രാത്രിയാണ് ശിവരാത്രി ആഘോഷങ്ങളുടെ ഒരു വലിയ സമയവും സന്ദർഭവുമല്ല. പക്ഷേ ഇപ്പോഴേ തന്നെ ഇവിടേക്ക് ആലുവയിലേക്ക് തന്നെ ആളുകൾ ഈ മണപ്പുറത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിത്തുടങ്ങുന്നുണ്ട്. രാവിലെ ഇവിടെ മഹാദേവ ക്ഷേത്രത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചു. ഇന്ന് രാത്രിയാണ്, അതായത് ശിവരാത്രി വിളക്ക് എഴുന്നള്ളിപ്പ്, അതിനുശേഷം ഇവിടെ പൂജാ ചടങ്ങുകൾ അത് ആരംഭിക്കും. ഇതിനുശേഷമാണ് സാധാരണഗതിയിൽ ഒരു ബലിതർപ്പണ ചടങ്ങുകളിലേക്കെല്ലാം തന്നെ കടക്കുന്നത്. ഇന്നത്തേത് ശിവരാത്രി ബലിയും അത് നാളെയിലേക്ക് വരുമ്പോഴേക്കും, അത് കുംഭമാസത്തിലെ അമാവാസിയാണ് നാളെ രാവിലെ 8:30 മുതൽ ആ ഒരു സമയമാണ് കണക്കാക്കുന്നത്. അപ്പോൾ അത് വാവുബലിയും ആ ദിവസത്തെ വാവുബലിയുമായിട്ട് കണക്കാക്കപ്പെടുകയും ചെയ്യും. അതാണ് വിശ്വാസികളുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് വലിയ രീതിയിലുള്ള ഒരു തിരക്കിലേക്കെല്ലാം തന്നെ ഈ മണപ്പുറവും പരിസരവും എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ഇവിടെ 116 ബലിതർപ്പണ തറകൾ ഇവിടേക്ക് ഒരുക്കിയിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഇവിടെ എല്ലാം തന്നെ നല്ല തിരക്കുണ്ട്. വിവിധ ദേശങ്ങളിൽ നിന്ന്, വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് വരുന്നു. പിതൃമോക്ഷ ചടങ്ങുകൾക്ക് വേണ്ടി ആ ചടങ്ങുകൾ നടക്കുകയും ചെയ്യുന്നു എന്നതാണ്. എല്ലായിടത്തും തന്നെ വലിയ തിരക്ക്, ബലിത്തറകളിലെല്ലാം തന്നെ വലിയ തിരക്കും അനുഭവപ്പെടുകയും ചെയ്യുന്നു. അവരുടെ പിതൃമോക്ഷ ചടങ്ങുകൾ നടക്കുകയാണ്. എല്ലാവരും ആ ഒരു അനുസ്മരണം നടത്തിക്കൊണ്ട് പലരും തന്നെ നിറകണ്ണുകളോടെ എല്ലാം തന്നെയും ആ ഒരു ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് മോക്ഷ ചടങ്ങുകളിലേക്ക് പങ്കാളികളാകുകയും ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഈ ദിവസത്തേക്ക് വേണ്ടി ജില്ലാ ഭരണകൂടവും എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. കാരണം ഇവിടേക്ക് എത്തുന്നവർ സുരക്ഷിതരായി തിരിച്ച് മടങ്ങിപ്പോവുക, ഇവിടേക്ക് കൃത്യമായ രീതിയിൽ ഇവിടേക്ക് വരുന്നവർക്ക് ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾ, ആ ഒരു പരിരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെയും ഇവിടെ പോലീസ് സേന 1500ഓളം പേരെയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. 12 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 1500ലധികം പോലീസുകാർ മണപ്പുറവും പരിസര പ്രദേശങ്ങളിലുമായിട്ട് വിന്യസിച്ചിരിക്കുന്നു. ഇവിടേക്ക് എത്തുന്ന വഴികളിലെല്ലായിടത്തും തന്നെ ഒരു ക്രമീകരണങ്ങൾ, ഗതാഗത ക്രമീകരണങ്ങൾ അടക്കം ഇന്ന് രാത്രിയോടുകൂടിയാണ് അതെല്ലാം തന്നെ നിലവിൽ വരികയും ചെയ്യുന്നത്. KSRTCയും ദക്ഷിണ റെയിൽവേയും എല്ലാം തന്നെ പ്രത്യേക സർവീസുകൾ ഇവിടം കേന്ദ്രീകരിച്ച്, ആലുവ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. കൊച്ചി മെട്രോയുടെ അധിക സർവീസുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളോടും ഈ ചടങ്ങുകൾ ഇന്ന് രാത്രി മേൽശാന്തി അങ്ങനെയാണ്. നാളെ പുലർച്ചെ വരെയും ഈ ചടങ്ങുകൾ ഉണ്ടാകും. പക്ഷേ നാളെ പുലർച്ചെ മാത്രമല്ല, അതിനുശേഷം സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരാറുള്ള നാളെ പുലർച്ചെയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള തിരക്കുകൾ നടക്കും. വലിയ രീതിയിലുള്ള ഒരു തിരക്കിലേക്കായിരിക്കും. പ്രത്യേകിച്ച് രാവിലെയുള്ളൊരു 8 മണി 9 മണി സമയം വരെയും സൂചി നമ്മൾ പറയാറില്ലേ, പൂഴിയിട്ടാൽ താഴാത്ത രീതിയിൽ എന്നെല്ലാം തന്നെ പറയുന്ന രീതിയിലേക്കായിരിക്കും തിരക്ക് ഉണ്ടാവുക, അനുഭവപ്പെടുക എല്ലാം തന്നെ ചെയ്യുക. ഇന്ന് രാത്രി മുതൽ തുടങ്ങുന്ന ആ ഒരു ചടങ്ങുകളെല്ലാം തന്നെ പിറ്റേന്ന് നാളെ എന്ന് പറയുന്നത് കുംഭമാസത്തിലെ അമാവാസിയാണ്. അതുകൊണ്ട് നാളെയും എല്ലാം തന്നെ ഈ ചടങ്ങുകൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നു. വാവുബലി അടക്കമുള്ള കാര്യങ്ങൾ നാളെയും തന്നെ തുടരുന്നു. ഇന്ന് ശിവരാത്രി ബലി എന്ന രീതിയിലുള്ള ഒരു സങ്കല്പമാണുള്ളത്. ഗ്രീൻ പ്രോട്ടോകോൾ അടിസ്ഥാനമാക്കിയാണ് ഇവിടെയുള്ളൊരു ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. എല്ലാവരോടും അത് പ്രത്യേകം നിഷ്കർഷിക്കുന്നുണ്ട്. ആ രീതിയിൽ പ്ലാസ്റ്റിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉപേക്ഷിക്കരുത് എന്ന രീതിയിൽ. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളും അതിവിപുലമാണ്. ഏതായാലും ഇവിടെ ഈ വാവുബലി അടക്കമുള്ള ചടങ്ങുകൾ എല്ലാം തന്നെ പുരോഗമിക്കുകയാണ്.
ആര്യ. ശരി, ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പ്രധാനപ്പെട്ട ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആലുവ മണപ്പുറം എന്ന് പറയുന്നത്. അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഡാനി പോളാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. കോയമ്പത്തൂർ ഇഷ യോഗ ഫൗണ്ടേഷനിലും വിപുലമായ മഹാശിവരാത്രി ആഘോഷങ്ങളാണ് നടക്കുന്നത്. ഇന്ന് വൈകിട്ട് 6 മണി മുതൽ നടക്കുന്ന മഹാശിവരാത്രി ആഘോഷങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയായി പങ്കെടുക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പരിപാടികളിൽ പങ്കെടുക്കാനായി ഇഷയിൽ എത്തിയിട്ടുണ്ട്.